തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷാശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമുട്ട് പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്കേറ്റം തുണച്ചീടണേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേഃ മുനിസിംഹസ്യ കവിതാവനചാരിണാ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാം ഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതഃ സമകൽമഷം. ഗോഷ്പതീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ ഗോവിന്ദായ നമോ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. രാമായണ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇതി പലവുമകതളിരിലോർത്തു കപീവരനിത്തിരി നേരമിരിക്കും ദശാന്തരേ. അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സപതി കിസലയ ചലനീയനായി കീടവദേഹം മറച്ചു മരുവിനാൻ. വിബുധ കുലരിപുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപീകുഞ്ചരൻ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പിതാവായിരിക്കുന്ന വായുഭഗവാന്റെ സഹായത്തോടു കൂടിയിട്ട് ആഞ്ജനേയര് ലങ്കയിലെ അശോകവാടികയിലെ ശിംശുഭാവൃക്ഷത്തിന്റെ മുകളിലെത്തി സീതാദേവിയെ കണ്ടു. ആ ഒരു പരമാനന്ദത്തിൽ ഇരിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ പ്രകരണത്തിലൂടെ നാം കേട്ടത്. ആഞ്ജനേയര് ലങ്കയിൽ എത്തിയതോടുകൂടിയിട്ട് ചില ലക്ഷണങ്ങള് രാവണന്റെ ഉള്ളിൽ കാണാൻ തുടങ്ങി. ഈ ഒരു പ്രകരണത്തില് രാവണന്റെ മനസ്സിനെയാണ് എടുത്തു കാണിച്ചിരുന്നത്. രാവണൻ ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില സാത്വികമായിട്ടുള്ള ബോധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആഞ്ജനേയര് ലങ്കയിൽ കാല് കുത്തിയതുകൊണ്ടാവണം കുറച്ചു നേരം ഈ രാവണന്റെ ഉള്ളില് ആ സാത്വിക ഭാവം ഉണ്ടായി. താൻ പണ്ട് ആരായിരുന്നു എന്ന ആ കാര്യമൊക്കെ ഓർമ്മ വന്നു. ഇവിടെ രാവണൻ പറയുന്നുണ്ട്, ദശവദനൻ അനവരതം അകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. അദ്ദേഹത്തിന്റെ മനസ്സ് പറയണം, ഇനി വലിയ ആയുസ്സൊന്നും തനിക്കില്ല. തന്റെ മരണം ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട്.
സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനേയം കണ്ടു കണ്ടു ഞാൻ നിശിത ശര കലിശതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവൽ പദാംബുജേ എന്നാണ് ആ നാരായണ വിഗ്രഹത്തെ കണ്ടുകൊണ്ട് എനിക്ക് കണ്ണടയ്ക്കാനായിട്ട് സാധിക്കുക. മരണസമയത്ത് ആ ഭഗവത് സ്വരൂപം ഉള്ളിൽ തെളിഞ്ഞു കാണണമല്ലോ. ആ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ ഇതാ എനിക്ക് ദേഹനാശം ഉണ്ടാകും. അതിന് ഇനി വലിയ താമസമൊന്നുമില്ല. ആ വൈകുണ്ഠ രാജ്യം എന്നാണ് എനിക്ക് കിട്ടുക. അപ്പൊ എനിക്ക് വളരെ വേഗത്തിൽ ആ വൈകുണ്ഠത്തിലേക്ക് പോകാൻ താൻ ആരാ? പണ്ട് ഒരു ശാപം കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. വൈകുണ്ഠത്തിലെ കിങ്കരന്മാരായിരിക്കുന്ന ജയവിജയന്മാര് സനകാദികളുടെ ശാപം നിമിത്തം 3 അസുരജന്മം അവർക്ക് എടുക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അതിൽ രണ്ടാമത്തെ ജന്മമാണ് ഈ കൈകസ്യപുത്രന്മാരായിട്ട് രാവണ കുംഭകർണന്മാരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വൈകുണ്ഠത്തിലേക്കുള്ള ആ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് താൻ പഞ്ചവടിയിൽ പോയിട്ട് സീതയെ ഇങ്ങോട്ട് അപഹരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പേരും പറഞ്ഞ് രാമൻ എന്തായാലും ഇവിടെ വരും. ഒരു വാനരൻ, രാമദൂതനായിരിക്കുന്ന ഒരു വാനരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് സീതയുടെ അടുത്തേക്ക് പോകണം. പലതും സീതയോട് പറയാനുണ്ട്. അപ്പോൾ എന്റെ പ്രവൃത്തി, എന്റെ ചേഷ്ടകള് ഇതെല്ലാം വാനരൻ ശ്രദ്ധിച്ചു കാണണം. അവനാവട്ടെ അത് രാമനോട് ചെന്ന് പറയണം. ക്രുദ്ധനായിക്കൊണ്ട് രാമൻ എത്രയും വേഗം ലങ്കയിലെത്തണം, ഞാനായിട്ട് യുദ്ധം ചെയ്യണം. എന്നിട്ട് എനിക്ക് അതാ ആ വൈകുണ്ഠത്തില് ഭഗവാന്റെ പാദത്തോട് ചേരണം. ഇപ്രകാരമൊക്കെ ചിന്തിച്ചു. ഇവിടെ രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് പോകണം. ആഞ്ജനേയർ ശ്രദ്ധിക്കുന്ന സമയത്ത് കണ്ടതെന്താ വെച്ചാൽ പെരുമ്പറ മുഴങ്ങുണ്ട്, മറ്റു വാദ്യഘോഷങ്ങളുണ്ട്. ശൃംഗാര വേഷത്തോടു കൂടിയിട്ട് ലങ്കേശ്വരനായിരിക്കുന്ന രാവണൻ ആ ദശാനന് സീതാദേവിയുടെ മുമ്പിലെത്തി. സീതാദേവി ഒരു ഭാഗത്ത് മറഞ്ഞങ്ങട്ട് ഇരുന്നു. രാവണന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഒരു ഭാഗത്ത് മറഞ്ഞങ്ങട്ട് ഇരുന്നു. രാവണനിതാ ശൃംഗാരം കലർന്ന ഒരു ഭാഷയില് സീതയോട് സംസാരിക്കണം. ശൃണു സുമുഖി തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖില ജഗത് അധിപമസുരേഷമാലോക്യമ നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ഒന്ന് മനസ്സ് വെക്കണേ. ചില കാര്യങ്ങള് ഈ രാവണന്റെ വാക്കുകളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ രാവണൻ, കുംഭകർണൻ ഇവരൊന്നും വാസ്തവത്തില് അങ്ങനെ നീചന്മാരൊന്നുമല്ല, അങ്ങനെ വെറുക്കപ്പെട്ട് തള്ളിക്കളയേണ്ടവരുമല്ല. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിൽ ഭക്തിയുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരോക്ഷ ഭാവത്തിലുള്ളതായിരിക്കുന്ന ഭക്തിയാണ്. രാവണന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ രാവണൻ സീതയോട് പറയാണ്, നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. നിന്നിലെ നീ, അപ്പൊ എന്നിലെ ഞാൻ. അപ്പൊ എന്നിലെ ഞാൻ ആരാ? അപ്പൊ എന്നിലെ ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പൊ എന്തുകൊണ്ട് ആ ഈശ്വരനെ കാണാൻ നാം ശ്രമിക്കുന്നില്ല? അപ്പൊ നിന്നിലെ നീ ഇപ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നീ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പരോക്ഷമായിട്ട് രാവണൻ പറയുകയാണോ എന്ന് സംശയം. ഹേ ത്വരിതം അതികുതുകമുടൊന്നു നോക്കിയിടുമാം ത്വൽഗത മാനസനെന്നറിയുകന്നെ നീ. എത്രയായി ഞാൻ നിന്റെ പുറകെ നടക്കണം. നിനക്ക് എന്റെ കൂടെ വന്നൂടെ? നിന്നെ ഞാനിതാ കാമിക്കുകയാണ് ചെയ്യണത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ലക്ഷ്മിയെ മോഹിക്കാത്തതായിട്ട് ആരുമില്ല. ലക്ഷ്മിയെ ആർക്കാ വേണ്ടാത്തത്? എല്ലാവർക്കും വേണ്ട തന്നെയാണ് ലക്ഷ്മിയെ. അപ്പൊ ലക്ഷ്മിയെ എല്ലാവരും കാമിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ കൂടെ വരൂ, എന്റെ അടുത്തേക്ക് വരൂ. ഭവതി തവ രമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴോ. നിന്റെ കാന്തനായിരിക്കുന്ന ആ രാമനെ അത്ര എളുപ്പത്തിലൊന്നും ആർക്കും കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴോ. അപ്പൊ നല്ല സാധനയുണ്ടെങ്കിൽ
നല്ല ഭക്തി ഉണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ആ രാമനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ആ രാമനെ കാണാൻ നല്ല പ്രയാസം തന്നെയാണ്. സൂക്ഷ്മാർത്ഥം വെച്ചിട്ടാണ് രാവണനോട് സംസാരിക്കുന്നത്. അടുത്ത വരിയിലൂടെ പറഞ്ഞു, പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാം അപി കണ്ടുകിട്ട പരം. പലരും പല പല വഴിക്ക് തിരയുന്നുണ്ട്. എന്നുവെച്ചാൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന യോഗങ്ങളുണ്ട്. ധ്യാനം, ജ്ഞാനം, സാഖ്യം, അല്ലെ, മുമ്പിൽ പല പല മാർഗങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരവർക്ക് ചേർന്നതായിരിക്കുന്ന മാർഗങ്ങളെ സ്വീകരിച്ച് പല വഴിക്ക് തിരയുന്നുണ്ട്. എന്നാ കണ്ടു കിട്ടുന്നുണ്ടോ ആ പരമ്പൊരുളിനെ? എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഭഗവാനെ? ഇല്ല. ചിലപ്പോൾ ചിലർക്ക് ചില ഇടങ്ങളിൽ മാത്രം കാണാം. അപ്പൊ ഏതീ ചില ഇടങ്ങള്? ആരീ ചിലര്? പരമയോഗികള്, പരമഹംസന്മാര്, പരമഭാഗവതന്മാര്. അവർക്ക് ഈ രാമനെ കാണാം. എവിടെ കാണാം? ചില ഇടം വെച്ച സ്വന്തം ഉള്ളന്നെ. അപ്പൊ സ്വന്തം ഉള്ളിൽ തന്നെ ആ ഭഗവാനെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നോ ധരിക്ക നീ. അരുതേ സീതേ, ആ രാമനെ കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എന്താ രണ്ടും രണ്ട് തലാണ്. ഒന്ന് ബ്രഹ്മാണ്, ഇത് പ്രകൃതിയാണ്. പ്രത്യേകിച്ച് നിനക്ക് ആ രാമനെ കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിലും നിന്നില് ഒരു ആശയും ആ രാമനില്ല. ഒരു പൊഴുതും അവന് പുന ഒന്നിലും ആശയില്ലോർത്താൽ ഒരു ഗുണമില്ലവനോമലേ. എന്തിനോടെങ്കിലും ആസക്തി വേണ്ടേ? ഒരു താല്പര്യം വേണ്ടേ? ആഗ്രഹം വേണ്ടേ? ഇതൊന്നും രാമനെ സംബന്ധിച്ച് ഇല്ലാത്തതാകുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ എന്തായി പറയുന്നത്? ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. പെട്ടെന്ന് വായിച്ചപ്പോ എന്താ മനസ്സിലാവുക? ഒരു ഗുണവും ഇല്ലാത്തവനാണ് ഈ രാമൻ എന്ന്. എന്നാൽ ഈ ഒരു ഗുണവും ഇല്ലാത്തവനാണ് ഈ രാമൻ എന്ന് പറയാൻ മാത്രം വിഡ്ഢിയല്ല ഈ രാവണൻ. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്താ ഈ രാവണൻ പറയണത്? ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. ഒരു ഗുണം ഇല്ലവനോമലേ. ഏതീ ഒരു ഗുണം? മൂന്നിൽ ഒന്ന് പോലും ഇല്ല എന്നർത്ഥം. അപ്പൊ ഏതീ മൂന്ന്? സത്വം, രാജസം, താമസം. സാധാരണക്കാരായ നമുക്ക് ഈ പറഞ്ഞൊക്കെ ഉണ്ട്. എന്നാൽ രാമൻ തിരുവടി ആവുന്ന സമയത്ത് ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ, മൂന്നിൽ ഒന്ന് പോലും ഇല്ല. അതായത് നിർഗുണ ബ്രഹ്മാണ് എന്ന് അർത്ഥം. സുദൃഢം അനവരതം ഉപഗൂഹനം ചെയ്കിലും സുഭ്രോ സുചീരമരീകേ വസിക്കിലും തവ ഗുണ സമുദയമലിവൊട്ട് ഭുജിക്കിലും താൽപര്യം നിന്നിൽ ഇല്ലവനേതുമേ. ഇനി അനവധി കാലം നീ പുറകെ നടന്നിട്ട് കാര്യമില്ല. എന്താ നിന്നിൽ ഒരു താല്പര്യമില്ല. ഇനി നിന്റെ ഗുണങ്ങൾ, ലക്ഷ്മി ഗുണങ്ങൾ ധാരാളമായിട്ട് അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. അതിലും ആ രാമന് താല്പര്യം ഉണ്ടാവാൻ വലിയ പ്രയാസം തന്നെയാണ്. ശരണം ശരണം അവന് ഒരുവരും ഒരിക്കലുമില്ലിനി ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ. എന്ത് മനോഹര നോക്കി ഈ വരികളൊക്കെ. ശരണം അവന് ഒരുവരും ഒരിക്കലുമില്ല. ഈ രാമന് ആരെയും പോയിട്ട് ശരണം പ്രാപിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഭഗവാൻ സർവജ്ഞനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ആ ഭഗവാൻ ആരെയാ ശരണം പ്രാപിക്കുക? സാധാരണക്കാരായ നമ്മളൊക്കെയല്ലേ ആ ഭഗവാനെ പോയിട്ട് സദാ ശരണം പ്രാപിക്കുന്നത്, ഹരിശരണം പോയി നമസ്കരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാനെ സംബന്ധിച്ച് ആരെയും ശരണം പ്രാപിക്കാനായിട്ട് ഇല്ല എന്നർത്ഥം. ശക്തി വിഹീനൻ, ശക്തി വിഹീനൻ എന്ന വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത് ശക്തിയോട് താല്പര്യമില്ല, ശക്തി ഇല്ലാത്തത്. ഇവിടെ ശക്തി എന്ന് വെച്ചാൽ മായ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മായാ സംബന്ധം അല്ല എന്നർത്ഥം. അത് മായയ്ക്ക് അതീതനാണ്. മായ ആവരണം ചെയ്യുന്നുണ്ടെങ്കിലും ഈ മായയ്ക്ക് അതീതനാണ് നിർഗുണനായിരിക്കുന്ന ആ സത്യസ്വരൂപൻ, ആ ബ്രഹ്മം എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ
മതരഹിതൻ അറിയരുതു കരുതു മളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ. ഒരിക്കലും എവിടെയും വരാനില്ല എന്ന് പറഞ്ഞു. സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ എവിടെ പോവും, എവിടെ വരും? അപ്പൊ എവിടെയും പോവാനുമില്ല, എവിടെയും വരാനുമില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. തീർന്നില്ല. മാനഹീനൻ, ഈ മാനാപമാനൊക്കെ നമുക്കുണ്ട്. ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. ഇനി ആ ഭഗവാൻ ഉണ്ട്, എവിടെയുണ്ട്? നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ വൃഷം. ഈ സംസാരത്തില് ഓരോരോരോ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ജീവാത്മാവായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ആ ഒന്നിനെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. നിഷ്കിഞ്ചന പ്രിയൻ. കിഞ്ചനന്മാര് വെച്ചാൽ ആഗ്രഹമുള്ളവരെന്നർത്ഥം. നിഷ്കിഞ്ചനന്മാര് പറഞ്ഞാലോ യാതൊരു മോഹമില്ലാത്തവര്. ഭഗവാനായിട്ട് കൂട്ടുകൂടുന്ന ആര്? നാരദരെ പോലെയുള്ള ഋഷീശ്വരന്മാര്, പരമജ്ഞാനികള്, ഒന്നിലും ആഗ്രഹമില്ലാത്തവര്. മഹാലക്ഷ്മിയുടെ അവസ്ഥ എങ്ങനെയാണോ അങ്ങനെയല്ല. സഗുണത്തോടു കൂടി നടക്കണം, മാനാപമാനങ്ങളുള്ളവര്, ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന അല്പരാജസം ഉള്ളവര്, ഇവരൊക്കെയല്ലേ ഈ മഹാലക്ഷ്മിയുടെ പുറകെ നടക്കുന്നത്. എന്നാൽ രാമനെ സംബന്ധിച്ച് ഇത് ബാധകമല്ല. ഭേദബുദ്ധി ലവലേശം പോലും ആ രാമനില്ല. രാവണൻ തുറന്നു. സ്വപചനും ഒരവനിസുരവരനും അവനൊക്കുമീ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. സ്വപചൻ, സ്വപചൻ എന്ന് വെച്ചാൽ ചണ്ടാളൻ. അവനിസുരവരൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ശ്രേഷ്ഠൻ. അവര് ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞാലും ഒരു ചണ്ടാളനെ കണ്ടു കഴിഞ്ഞാലും ആ ഭഗവാന് ഒരുപോലെയാണ്. ആ ഒരു സമത്വഭാവനം ഉണ്ടാകണം. ശ്വാക്കളും ഗോക്കളും ഭേദമില്ല. ഇപ്പൊ നമുക്ക് ഭേദമുണ്ട്. ശ്വാവിന് ഒരു സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്, ഗോവിന് വേറൊരു സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. ഭഗവാനെ സംബന്ധിച്ച് ശ്വാക്കളും ഗോക്കളും ഭേദമില്ല എന്നാണ്. അവിടെ ശ്വാവ് എന്നോ ഗോവ് എന്നോ ഇങ്ങനെയുള്ള ഒരു ഭേദമൊന്നും ഭഗവാനെ സംബന്ധിച്ചില്ല. എന്തിന് സീതയെ അധികം പറയണം? ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ശബരതരുണിയെയും, ഒരു കാട്ടാള സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലും ആ രാമന് ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ. ഇതൊക്കെ മുകളിലിരുന്ന ഒരാൾ കേൾക്കണ്ട. ആരെ? സാക്ഷാൽ ഹനുമാൻ. രാവണന്റെ ഓരോരോ വാക്കുകളും ഹനുമാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ലങ്കയിൽ സഭയിൽ പോയിട്ട് ഇതിനെയൊക്കെ ആധാരാക്കിയിട്ടാണ് ഹനുമാൻ രാവണനായിട്ട് സംവദിക്കുന്നത്. രാവണൻ പറഞ്ഞു, നല്ലൊരു സ്വർണത്തെ ഇവിടെ കിട്ടിയിട്ട് എന്തിനാണ് വെറുതെ ഒരു കല്ലിന്റെ പുറകെ പോണത്? വരൂ, എൻ്റെ കൂടെ വരൂ, എൻ്റെ റാണിയായിട്ടിരിക്കും. നിന്നെ പരിചരിക്കാനായിട്ട് അനവധി അപ്സര സ്ത്രീകള്, ദേവസ്ത്രീകള് ഒക്കെ ഇവിടെയുണ്ട്, എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം നല്ല ദേഷ്യം വന്നു സീതാദേവിക്ക്. ഒരു പുല്ലങ്ങട്ട് പൊട്ടിച്ചെടുത്തു. പുല്ലിനോട് എന്ന ആ ഭാവത്തിൽ കയർത്ത് സംസാരിക്കുകയാണ് ആ രാവണനോട്. ഹേ രാവണ, ആരും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് നീ എന്നെ അപഹരിച്ചു കൊണ്ടുവരിക ചെയ്തത്. രാമലക്ഷ്മണന്മാര് ഇവിടെ വരും, സമുദ്ര ലംഘനം ചെയ്ത് ഇവിടെ വരും, നിന്റെ കഥ തീർക്കും, നിന്നെ അങ്ങോട്ട് ഇല്ലാതാക്കി തീർക്കും. ഇത് കേട്ടപ്പോൾ രാവണന് നല്ല ദേഷ്യമായി. രാവണൻ ചന്ദ്രഹാസം കണ്ട് പുറത്തേക്ക് എടുത്തു. ഓടി വന്നു മണ്ഡോദരി, അരുത് അരുത്, കൊല്ലരുത്, വരും കേട്ടെ, അങ്ങയെ സേവിക്കാനായിട്ട് എത്രയോ ദേവനാരിമാര് ഇവിടെ ഉണ്ടല്ലോ. എന്തിനാ വെറുതെ ഈ ഒരു സാധ്വയെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്, ഉപദ്രവിക്കണത് എന്തിനാ? പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ആ പോണ പോക്കില് രാക്ഷസ സ്ത്രീകൾക്ക് ആജ്ഞ കൊടുത്തു, 2 മാസത്തെ സമയം തരാൻ. ഈ 2 മാസത്തിനകം നിങ്ങൾ ഏത് വിധത്തിലായാലും വേണ്ടില്ല സീതയെ എൻ്റെ ഭാഗത്തേക്ക് ആക്കിയിരിക്കണം. ഇല്ലെങ്കിൽ കഠിന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത്രയും പറഞ്ഞിട്ടാണ് രാവണൻ അവിടെ നിന്ന് പോയത്. ഈ രാക്ഷസികൾ സീതയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട നല്ല ഒരു സ്ത്രീയുണ്ട്, ത്രിജട എന്നാണ് അവരുടെ പേര്. ത്രിജട പറഞ്ഞു, അരുത്, ഹേ ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ
ശീലാവതിയെ നമസ്കരിച്ചിടുവൻ. അരുത്, ആ സാധ്യത ഉപദ്രവിക്കരുത്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? ശീലാവതിയെ നമസ്കരിച്ചിടുവൻ. നമസ്കരിക്കൂ, സീതയെ നമസ്കരിക്കൂ. ഇനി എന്താ ഉണ്ടാവാൻ പോണത് ഞാൻ പറഞ്ഞുതരാം. ഞാനിതാ കുറച്ചു ദിവസം മുമ്പ് വെളുപ്പാൻ കാലത്ത് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നമൊക്കെ സത്യമായിട്ട് തീരുന്നതാണ് പഴയ ആൾക്കാർ പറയാറ്. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്താ വെച്ചാൽ, ഐരാവതോപരി അതാ രാമനും ലക്ഷ്മണനും കൂടി ഇങ്ങോട്ട് പോന്നു. രാവണനായിട്ട് ഉഗ്രയുദ്ധം ചെയ്തു. രാവണനെ നിഗ്രഹിച്ചു. രാവണനാണെങ്കിൽ തലയില്ലാതെ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യണു, ഗോമയ കുണ്ടില് വീഴണു. വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിട്ട് രാജാവായിട്ട് മാറുന്നു, രാക്ഷസനായിട്ട് മാറുന്നു. തുടർന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ കൂട്ടി അയോധ്യയിലേക്ക് പോണു, രാജ്യാഭിഷേകം. ഇതൊക്കെ ഞാനിതാ നല്ല സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അരുതേ, ഈ സീതയെ ഉപദ്രവിക്കരുത്. വേണ്ടത് ശീലാവതിയെ നമസ്കരിച്ചിടുവൻ. ഈ ശീലാവതിയെ നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കണ്ടു. ഇപ്പൊ ആ മരക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് ഹനുമാന് പലരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. രാവണനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. മണ്ഡോദരിയെ നന്നായിട്ട് മനസ്സിലാക്കി. ഇതാ ഈ ത്രിജടയെ നന്നായിട്ട് മനസ്സിലാക്കി. സീതയുടെ ശുദ്ധ മനസ്സും നന്നായിട്ട് കാണാൻ സാധിച്ചു. മഹാത്മാവായിരിക്കുന്ന ആഞ്ജനേയര് ഇരുന്ന് ചിന്തിച്ചു, ഇനി എങ്ങനെ വേണം സീതയുടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചാട്ടം ചാടിക്കഴിഞ്ഞാൽ സംശയിക്കും. അത് വേണ്ട എന്ന് ആഞ്ജനേയര് കരുതി ബുദ്ധിമതാം വരിഷ്ഠം, അതിബുദ്ധിമാനായിരിക്കുന്ന ആഞ്ജനേയര് ഇതാ ചെറിയൊരു ബുദ്ധി സീതയുടെ അടുത്തേക്ക് പോകാനായിട്ട് പ്രയോഗിക്കുന്നു. പരമഭാഗവതനായിരിക്കുന്ന ആഞ്ജനേയര് ആ വൃക്ഷ കൊമ്പിൽ മറഞ്ഞിരുന്നു കൊണ്ട് പതുക്കെ രാമഗാഥ, രാമായണം പാടാൻ തുടങ്ങി. ജഗതമലനയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. ശബ്ദം ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് നിർത്തി രാമകഥ പറയാനായിട്ട് ആരംഭിച്ചു ആഞ്ജനേയര്. പണ്ട് സൂര്യവംശത്തില് ദശരഥ പുത്രന്മാരായിട്ട് സാക്ഷാൽ ഭഗവാൻ 4 രൂപത്തിൽ അവതരിച്ചു. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന. ഒരു നിമിഷം നിർത്തി. സീതാദേവി ഒന്ന് ചിന്തിച്ചു, എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? രാമനാമം ഇടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എവിടുന്നാണാവോ? ആ ശബ്ദം കണ്ട് തുടർന്നു. അച്ഛന്റെ വാക്ക് സത്യമാക്കി തീർക്കാനായി ലക്ഷ്മണനോടും സീതയോടും കൂടി ചേർന്ന് വനവാസി വേഷം ധരിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെട്ട് ദണ്ഡകാരണ്യത്തിൽ താമസാക്കി പഞ്ചവടിയിൽ താമസിക്കുന്ന കാലം ദുഷ്ടനായിരിക്കുന്ന രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. തുടർന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണാർത്ഥം നടന്ന് ജടായുവിന് മുക്തി കൊടുത്തു, കബന്ധന് മുക്തി കൊടുത്തു, ശബരി ദേവിക്ക് മുക്തി കൊടുത്തു. അങ്ങനെ സുഗ്രീവനായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടു. ഇവിടെ സീതാദേവി എഴുന്നേറ്റ് ആ വൃക്ഷത്തിന് കുറെ പ്രദക്ഷിണം വെച്ചു. എവിടുന്ന ഈ ശബ്ദം കേൾക്കുന്നത്? 4 ഭാഗത്തേക്ക് നോക്കി, ഒന്നിട്ട് മനസ്സിലാവണമില്ല. അവസാനം സീതാദേവി പറഞ്ഞു, ആരായാലും വേണ്ടില്ല, ഈ പറയുന്ന ആളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ആഞ്ജനേയര് തന്റെ രൂപം നല്ലോണം ചെറുതാക്കി, കലപിങ്ക തുല്യം, ചെറിയ ഒരു പക്ഷി. അപ്പൊ ആ ഒരു വലുപ്പത്തില് നേരെ താഴത്തേക്ക് ഒരൊറ്റ ചാട്ടം സീതാദേവിയെ ഒന്ന് നമസ്കരിച്ച് അല്പം പുറകോട്ട് മാറി നിന്നു. സീതാദേവിക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടായി. ഇത് രാവണൻ തന്നെ വേഷം മാറി വന്നതാണോ എന്ന് ഒരു സംശയമായി. ആ സംശയത്തോടു കൂടിയിട്ട് ആഞ്ജനേയരെ നോക്കുകയും ചെയ്തു. വളരെ വിനയത്തോടു കൂടിയിട്ട് ആഞ്ജനേയര് ആ സീതാദേവിയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അരുതേ, ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. അമ്മേ, എന്നെ സംശയിക്കരുതേ, ഞാൻ ആ വിധത്തിലുള്ള ആളൊന്നുമല്ല. തവ
സജീവൻ അഹമിഹ തഥാവിധനല്ലഹോ. ഞാൻ അവിടുത്തെ ദാസനാണ്, എന്നെ ഒരിക്കലും സംശയിക്കരുത്. ഇനി ഞാൻ ആരാ എന്ന് അവിടെ സംശയിക്കണ്ടാവൂലേ? ഇനി ഞാൻ ആരാണത്രേ? ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. വേണമെങ്കിൽ തന്റെ പേരാദ്യം പറയാമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. കോസലപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് താൻ എന്ന് പറഞ്ഞിട്ടാണ് സീതാദേവിക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ. കപികുല നായകനായിരിക്കുന്ന ആ സുഗ്രീവന്റെ ഭൃത്യനാണ് ഞാൻ. ജഗൽ പ്രാണനന്ദനൻ. വായു ഭഗവാനാണ് എൻ്റെ പിതാവ്, വായുപുത്രനാണ് ഞാൻ. കപടം ഒരുവരോടും ഒരു പൊഴുതുമറയും നീല കർമ്മണ കർമ്മണ വാച മനസാപി മാതാവേ. കാപട്യം എന്നത് ഒരു തരി പോലും എനിക്കറിയില്ല. ആ നിഷ്കളങ്ക ഭാവത്തെ അവിടെ എടുത്തു കാണിച്ചിരുന്നത്. അപ്പൊ കാപട്യം എന്നത് ഒരു തരി പോലും എനിക്ക് അറിയില്ല. അത് കർമ്മത്തിലാവട്ടെ, വാക്കുകളിലാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, കാപട്യം എന്ന് പറയുന്നത് എനിക്ക് ഇല്ലാത്തതാകുന്നു. അവിടുന്ന് പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ. പവനസുതന്റെ മധുരതരമായിരിക്കുന്ന ഇപ്രകാരമുള്ള ഈ വാക്കുകൾ കേട്ടിട്ട് സീതാദേവിക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം, ഒരു സുഖം അല്പസമയം തോന്നി. സീതാദേവി ചോദിച്ചു, ഹേ വാനര, ഋതം ഋജോ മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. ഹനുമാനെ ഭഗവാൻ രാമചന്ദ്രൻ ആദ്യമായിട്ട് ദർശിച്ചപ്പോഴും പറഞ്ഞ വാക്കെന്താ? നല്ല വൈയാകരണനാണ് ഇവനെന്ന് തോന്നുന്നു ഹേ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദശാസ്ത്രം നന്നായിട്ട് പഠിച്ചവനാണ് ഇവനെന്ന് തോന്നുന്നു ലക്ഷ്മണ എന്ന് പറയേണ്ട ലക്ഷ്മണനോട്. ഇവിടെ സീതാദേവിയും പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കുന്നവര് വളരെ കുറയും. എങ്ങനെ സംസാരിക്കുന്നവര്? ഋതം, ഋതം എന്ന് വെച്ചാൽ സത്യമായിട്ടുള്ള വാക്കുകൾ, ഋജു അർത്ഥവത്തായിട്ടുള്ളത്. ഋതം ഋജു മൃദു, മൃദുവായിരിക്കണം ഭാഷണം, ഘോരഭാവം വരാൻ പാടില്ല, മൃദുവായിരിക്കണം. സ്ഫുട, വളരെ വ്യക്തമായിരിക്കണം. ഓരോരോ വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്തും അതൊക്കെ വളരെ വ്യക്തമായിരിക്കണം. കേൾക്കുന്നവർക്ക് അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നവര് വളരെ കുറയും. ഏതായാലും എനിക്ക് അറിയണം എങ്ങനെയാണ് മനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. ഒരിക്കലും ഈ മാനവരും വാനരന്മാരും തമ്മിൽ ചേരാൻ സാധ്യതയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ വാനരന്മാരും ഈ മാനവന്മാരും തമ്മിൽ ചേർന്നത്? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായത്? എല്ലാം എന്നോട് ഒന്നുപോലും വിടാതെ പറഞ്ഞു തരിക. അവിടെ വെച്ച് ആഞ്ജനേയര് സുഗ്രീവ സഖ്യത്തിന് ശേഷം ഉണ്ടായതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. സീതാപഹരണം മുതൽക്ക് ഇന്ന് വരെ ഹനുമാൻ അവിടെ എത്തിയത് വരെയുള്ള സർവ്വകാര്യങ്ങളും ഒന്നുപോലും വിടാതെ പറഞ്ഞങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഭഗവാൻ ഏൽപ്പിച്ചതായിരിക്കുന്ന അങ്കുലിയുണ്ട്. ആ അങ്കുലിയവും സീതാദേവിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് നമസ്കരിച്ച് അല്പം പിന്നോട്ട് മാറി നിന്നു. അമ്മേ, ഞാൻ എന്താണ് അവിടുത്തോട് പറയേണ്ടത്? ഭഗവാനെ കാണുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്? എന്ത് തന്നെയാണെങ്കിലും അത് എന്നോട് പറഞ്ഞുകൊള്ളുക. ഹനുമാന്റെ ഈ ഒരു വാക്കുകൾ ഇങ്ങനെ കേട്ട സമയത്ത് സീതാദേവി പറഞ്ഞു, ഹനുമാനെ, അങ്ങ് കണ്ടുവല്ലോ എൻ്റെ ഇവിടുത്തെ അവസ്ഥ. ഈ രാക്ഷസികളുടെ ഇടയിലാണ് ഞാനിപ്പോ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. 2 മാസത്തെ ആയുസ്സാണ് ഇപ്പൊ എനിക്കുള്ളത്. ഈ 2 മാസത്തിനകം രാവണൻ നേരത്തെ വന്ന് ആജ്ഞാപിച്ചു പോയിട്ടേ ഉള്ളൂ. ഈ 2 മാസത്തിനകം എന്നെ രാവണന്റെ വശത്താക്കണം എന്ന് ഇവർക്ക് ആജ്ഞ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 മാസം കൊണ്ട് ഇനിയിപ്പോ രാമാദികൾ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഇല്ലാതായി തീരന്നേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്നുപോലും വിടാതെ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്
ശ്രദ്ധയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആഞ്ജനേയർ പറഞ്ഞു, അമ്മേ വിഷമിക്കരുത്, തീർച്ചയായിട്ടും എൻ്റെ ഈ ചുമലുകളിൽ രാമലക്ഷ്മണന്മാരെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നു എന്നും ഭഗവാന് ഒരു സന്തോഷം ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഒരു അടയാളം അവിടുത്തെ കൈകളാൽ വിട്ട് കാണിച്ചാൽ അത് വലിയൊരു സന്തോഷമാണ്. എന്തെങ്കിലും വാക്കും പറയുക. അവിടെ വെച്ച് സീതാദേവി ഒരു അടയാളം എന്ന വണ്ണം പണ്ട് ചിത്രകൂടത്തിൽ അവർ വസിച്ചിരുന്ന സമയത്തുണ്ടായ ഒരു കഥ, രാമനും സീതയ്ക്കും അല്ലാതെ വേറെ ആർക്കും അതറിയില്ല. ചിത്രകൂടത്തിൽ വസിക്കുന്ന കാലത്ത് സീതാദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കണു, ഒന്ന് മയങ്ങി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അവിടെ എന്തോ ഉണക്കാനും ഇട്ടിട്ടുണ്ട്. ഒരു കാക്ക, അത് മറ്റാരും ആയിരുന്നില്ല, ഇന്ദ്രപുത്രനായിരിക്കുന്ന ജയന്തനായിരുന്നു. കുറച്ച് അഹങ്കാരിയാണെന്നും അവൻ ഈ കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് അത് കുത്തി. അത് മാത്രമല്ല, സീതയെ ഒന്ന് ആക്രമിക്കുകയും ചെയ്തു. അല്പം രക്തം ഒന്ന് പൊടിഞ്ഞു. ആ രക്തമാവട്ടെ ഭഗവാന്റെ ദേഹത്ത് തട്ടിയപ്പോഴാണ് ഭഗവാൻ എണീക്കണത്. കാര്യം മനസ്സിലായി. അസ്ത്രം കണ്ടെടുത്തു, ഈ ജയന്തന്റെ നേരെ കണ്ട് പ്രയോഗിച്ചു. അവസാനം സർവ്വലോകങ്ങളിലും ഓടി ഒരു രക്ഷയില്ലാതെ കണ്ട സമയത്ത് രാമപാദങ്ങള് വീണ് ശരണം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ രാമബാണം നിഷ്ഫലമാവില്ല. അപ്പൊ ഏതെങ്കിലും ലക്ഷ്യം ഈ രാമബാണത്തിന് ഉണ്ടാവണം. ഒടുക്കം അവന്റെ കണ്ണുകളിൽ ഒന്നിനെ ഇങ്ങോട്ടെടുത്തു. ഈ ഒരു കഥ വേറെ ആർക്കും അറിയില്ല. ഇത് പറഞ്ഞു കൊടുത്തോളൂ. അടയാളമായിട്ട് ചൂടാരത്നവും ആഞ്ജനേയരുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് കൊടുത്തു. കുറേ ഭഗവാനെ തന്നെ സ്മരിച്ച് കുറെ അങ്ങോട്ട് കരഞ്ഞു സീതാദേവി. ആഞ്ജനേയർ പറഞ്ഞു, അമ്മേ ഒട്ടും വിഷമിക്കരുത്. എന്താച്ചാൽ ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും ഝടതി വരുമിനി നിശിചരകുലൗഘവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. അവിടുന്ന് ഇവിടെ ഉള്ളത് ആ ഭഗവാൻ അറിയില്ലല്ലോ. ഇനി ഞാൻ അവിടെ പോയിട്ട് ഈ വിവരങ്ങൾ മുഴുവൻ പറയാം. തീർച്ചയായിട്ടും സൈന്യത്തോടു കൂടിയിട്ട്, ഈ വാനര സൈന്യത്തോടു കൂടിയിട്ട് വരും എന്ന് മാത്രമല്ല, ഈ ലങ്കയിലെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രവേശിച്ച് ഭസ്മാക്കി മാറ്റും. ഈ ലങ്ക എല്ലാവരെയും, രാക്ഷസന്മാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കും. ഇത് കേട്ട സമയത്ത് സീതാദേവി ഒന്ന് അറിയാതെ ഒന്ന് ചിരിച്ചു പോയത്രേ. ആഞ്ജനേയർക്കൊരു പേരിനുണ്ട്, ജാനകി ഹൃദയാനന്ദ. എന്താ സീതാദേവി ആദ്യമായിട്ടൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചത്, ലങ്കയിൽ വെച്ച് ആദ്യമായിട്ട് മനസ്സ് തുറന്ന് ചിരിച്ചത് ഹനുമാന്റെ ചില വാക്കുകൾ കേട്ടിട്ടാണ്. സീതാദേവി ചോദിക്കുകയും ചെയ്തു, അധിക കൃഷ തനുരിഹ ഭവാൻ കപിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. ആകെ ചെറിയൊരു രൂപമാണ്. അപ്പൊ നിങ്ങളെപ്പോലെയുള്ളവരെയാണല്ലോ ബാക്കിയുള്ളവര്. അപ്പൊ ഇങ്ങനെ ഇത്ര ചെറിയ കുറെ പേര് വന്നിട്ടും ഉഗ്രന്മാരായിരിക്കുന്ന ഈ രാക്ഷസന്മാരോട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പൊ ആഞ്ജനേയർക്ക് തോന്നി താൻ ആരാണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നി. ആഞ്ജനേയര് ആ അമ്മയെ തൊഴുത് അല്പം പുറകോട്ടങ്ങോട്ട് നീങ്ങി വളർന്ന് 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 അങ്ങോട്ട് വലുതായി. പണ്ട് വാമനമൂർത്തി വലുതായ പോലെ തന്റെ ദേഹത്തെ നന്നായിട്ട് അങ്ങോട്ട് വലുതാക്കി അതേപോലെ ചെറിയ രൂപത്തിൽ വന്ന് ആ അമ്മയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഹേ ജാനകി, സുഗ്രീവന്റെ സൈന്യത്തില് ഇതുപോലെയുള്ള 21 വെള്ളം വാനരന്മാരാണുള്ളത്. ആ സുഗ്രീവ സൈന്യത്തിലെ ഏറ്റവും ബലം കുറഞ്ഞതായിരിക്കുന്ന വാനരനാണ് ഈ ഞാൻ ആ കേമെന്നല്ല പറഞ്ഞത്, ഏറ്റവും ബലം കുറഞ്ഞതായിരിക്കുന്ന വാനരനാണ് ഈ ഞാൻ. എന്തിനാ? അപ്പൊ ഏറ്റവും ബലം കുറഞ്ഞ ആള് ഇതാണെങ്കിൽ ഇനി ബാക്കിയുള്ളവരെ കുറിച്ച് ഒന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവിടെ സീതാദേവിയെ നമസ്കരിച്ച് യാത്ര പറയണം. സീതാദേവി പറഞ്ഞു, മകനേ എന്നാണ് വിളിക്കുന്നത്. സീതാദേവി പറഞ്ഞു, വഴിയില് ഒരു തടസ്സവും ഉണ്ടാവില്ല, പോയിട്ട് വരിക, കാര്യങ്ങളൊക്കെ പറയാ, ഇവിടെ കണ്ടതെല്ലാം അദ്ദേഹത്തെ അറിയിക്കുക, ഒക്കെ മംഗളാവട്ടെ, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു. ബുദ്ധിമാനായിരിക്കുന്ന ആഞ്ജനേയർക്ക് തോന്നി താൻ ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു പോവരുത്. കാരണം
ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയെ കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏൽപ്പിച്ച ജോലി ഇവിടെ കഴിഞ്ഞു. പക്ഷെ ധർമ്മ പൂർത്തീകരണമാവില്ല. തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാ? ചക്രവർത്തി പദത്തിന് യോഗ്യനായിട്ടുള്ള ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. വലിയ താമസമില്ലാണ്ട് അയോധ്യയുടെ ചക്രവർത്തി ആവുന്ന ആൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദൂതനായിട്ട് തന്നെ ഒരു മറുരാജ്യത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ തുല്യ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കാണാതെ ഇവിടുന്ന് പോണത് ശരിയല്ല. അപ്പൊ തനിക്കിപ്പോ രാവണനെ കാണണം. തന്റെ വരവ് ഈ രാവണനെ അറിയിക്കണം. ചില കാര്യങ്ങള് ആ ലങ്കേഷനോട് പറയാനുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ വാനര ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ആ രാവണന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമോ? പോകാൻ സാധിക്കില്ല. അവിടെ വാനരോചിതമായ ചില മാർഗങ്ങള് സ്വീകരിച്ചു. അതാണ് അടുത്ത പ്രകടനത്തിൽ പറയുന്ന ലങ്കാമർദ്ദനം. നേരെ അശോക വാടികയുടെ അകത്ത് കയറി അവിടെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളൊക്കെ പറിച്ചെറിയ, ഉദ്യാനൊക്കെ തല്ലി തകർക്കുക, എതിർക്കാൻ വന്നവരെയൊക്കെ തല്ലി കൊല്ലുക. ഒടുക്കം മന്ത്രികുമാരന്മാരില്ലാണ്ടായി തീർന്നു. രാവണന്റെ ഇളയ മകനായിരിക്കുന്ന അക്ഷയകുമാരൻ യുദ്ധത്തിനായിട്ട് വന്നു. നിമിഷ നേരം കൊണ്ട് ഭഗവാൻ ആഞ്ജനേയര് ആ അക്ഷയകുമാരനെയും ഇല്ലാതാക്കി തീർത്തു. അവസാനം ഇന്ദ്രിയത്ത് പറഞ്ഞു, ഏത് വിധത്തിലായാലും വേണ്ടില്ല, അവനെ പിടിച്ചെന്നെ ഞാൻ വരുള്ളൂ. അങ്ങനെ മേഘനാഥൻ ഹനുമാനോട് യുദ്ധത്തിനായിട്ട് വരണം. ആഞ്ജനേയരെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ മേഘനാഥനാവട്ടെ ബ്രഹ്മാസ്ത്രം സങ്കല്പിച്ച്, ബ്രഹ്മാസ്ത്രം അങ്ങനെയൊന്നും പ്രയോഗിക്കാൻ പാടില്ല. ഈ ഹനുമാന്റെ നേരെ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിക്കുന്നത്. ആ ബ്രഹ്മാസ്ത്രത്തോടുള്ള ആദരവ് കാരണം ആഞ്ജനേയര് ഒന്ന് വഴങ്ങിക്കൊടുത്തു. ആഞ്ജനേയരെ പിടിച്ചു കെട്ടി ജയഘോഷത്തോടു കൂടിയിട്ട് രാവണന്റെ സഭയിലേക്ക് ഇതാ എഴുന്നള്ളിക്കണം. പരമ ഭാഗവതനായിരിക്കുന്ന ആഞ്ജനേയര്, സീതാദേവിക്ക് ആനന്ദം കൊടുത്തതായിരിക്കുന്ന ആഞ്ജനേയര്, സീതാദേവിയുടെ മനസ്സിനെ കുളിർപ്പിച്ചതായിരിക്കുന്ന ആഞ്ജനേയര് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് പൂർണ്ണഭാവത്തില് പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കടാക്ഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം. അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ഒരു ദൃശ്യരേഖ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബന്ധുക്കളെ ഏവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിത്തനൂജായ സാർവഭൗമായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. ആസാദ്യ നഗരിം ദിവ്യാം അഭിഷിക്തായ സീതയാ രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം. രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം.